നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം. എന്നത്തെയും പോലെ തന്നെ വിവിധ വാർത്തകളുമായി നമ്മൾ ഇന്ന് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഒക്കെ തന്നെ വന്നൊരു വാർത്തയാണ് നബിദിനത്തിൽ നമുക്ക് ലഭിക്കുന്ന അവധിയെക്കുറിച്ച്. അപ്പോൾ പക്ഷേ എന്നാണ് എത്ര അവധി ഉണ്ട് എന്നൊന്നും നമ്മൾ അറിഞ്ഞിരുന്നില്ല. എന്നാൽ പ്രവാസികൾക്ക് സന്തോഷ വാർത്ത വരുന്നു. പ്രവാസികൾക്ക് വാരാന്ത്യ അവധികൾ ലഭിക്കുകയാണ്. അതായത് നിരവധി അവധികൾ ലഭിക്കുകയാണ് ഒറ്റയടിക്ക് എന്നുള്ള വാർത്തയാണ്. നമുക്ക് അതിലേക്ക് തന്നെ കടക്കാം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം പ്രമാണിച്ച് UAE-യിൽ സെപ്റ്റംബർ 5-ന് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് പൊതു അവധി പ്രഖ്യാപിച്ചു. ഇത് വാരാന്ത്യ അവധിക്കൊപ്പം ശനി ഞായർ ദിവസങ്ങളിലും കൂടി കൂട്ടുമ്പോൾ 3 ദിവസത്തെ നീണ്ട അവധിക്ക് വഴിയൊരുങ്ങിയിരിക്കുന്നു. ഹിജ്റ കലണ്ടറിലെ റബി അൽ അവൽ 12-നാണ് പ്രവാചകന്റെ ജന്മദിനം. നേരത്തെ സർക്കാർ ജീവനക്കാർക്കും സെപ്റ്റംബർ 5 പൊതു അവധിയായി പ്രഖ്യാപിച്ചിരുന്നു. ഷാർജയിലെ സർക്കാർ ജീവനക്കാർക്ക് വെള്ളിയാഴ്ച സാധാരണ വാരാന്ത്യ അവധിയായതിനാൽ അവർക്കും ഇത് നീണ്ട വാരാന്ത്യമായി മാറും. റബി അലവൽ മാസപ്പിറവി കാണാത്തതിനെ തുടർന്നാണ് UAE-യിൽ സഫർ മാസം 30 ദിവസമായി കണക്കാക്കിയത്. അതിനാൽ ഹിജ്റ കലണ്ടറിലെ 3-ാം മാസം ഇന്നലെ ആരംഭിച്ചു. അതുകൊണ്ട് റബി അലവൽ 12 സെപ്റ്റംബർ 5-നാണ് വരുന്നത്. ഈ വർഷം സൗദിയും UAE-യും ഒരേ ദിവസം പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്നില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട്. UAE-യേക്കാൾ ഒരു ദിവസം മുൻപാണ് സൗദി മാസപ്പിറവി കണ്ടത്. ചന്ദ്രന്റെ ചലനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഹിജ്റ കലണ്ടർ. ഓരോ മാസവും ആരംഭിക്കുന്നത് മാസപ്പിറവി കാണുന്നതിനെ ആശ്രയിച്ചാണ്. ഓരോ ഹിജ്റ മാസത്തിലെയും 29-ാമത്തെ ദിവസം UAE-യിലെ മാസപ്പിറവി കമ്മിറ്റി അടുത്ത ഇസ്ലാമിക മാസം പ്രഖ്യാപിക്കാൻ യോഗം ചേരാറുണ്ട്. എന്തായാലും നീണ്ട 3 ദിവസത്തെ അവധിയൊക്കെ ലഭിക്കുകയാണ്. എന്തായാലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. എവിടെയെങ്കിലൊക്കെ പോകാനുണ്ടെങ്കിലൊക്കെ തന്നെ അതൊക്കെ ചെയ്യാം. ഇനി മറ്റൊരു വാർത്ത നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നിമിഷപ്രിയയുടെ മോചനത്തിന് ഗൾഫ് കേന്ദ്രീകരിച്ച് സജീവ ചർച്ചകൾ നടക്കുന്നതായി റിപ്പോർട്ട്. UAE-യിലും ഖത്തറിലും ചർച്ചകൾ നടന്നതായും വരും ദിവസങ്ങളിൽ പോസിറ്റീവ് വിവരം കേൾക്കാനാകുമെന്നുമാണ് പ്രതീക്ഷയെന്നും വിഷയത്തിൽ ഇടപെടുന്ന ചാണ്ടി ഉമ്മൻ MLA മാധ്യമങ്ങളോട് പ്രതികരിച്ചു. യമനിൽ ബന്ധമുള്ള പ്രവാസി വ്യവസായികൾ വഴി ഖത്തറും UAE-യും കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. നിമിഷപ്രിയയുടെ മോചന ശ്രമങ്ങളിൽ കാന്തപുരത്തെ മറികടക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കി. വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തരുത് എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുന്നതിൽ നിന്നും മാധ്യമങ്ങളെ വിലക്കണമെന്ന സുവിശേഷകൻ ഡോക്ടർ KA പോളിന്റെ ആവശ്യം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തള്ളിയിരുന്നു. നിമിഷപ്രിയയുടെ അഭ്യർത്ഥനയാണെന്നാണ് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇയാൾ ഹർജിയുമായി എത്തിയത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിലെ അഡ്വക്കേറ്റ് KR സുഭാഷ് ചന്ദ്രൻ എന്നിവർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് തടയണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇടപെട്ടില്ല എന്ന് ജസ്റ്റിസുമാരായ വിക്രം നാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് നിലപാടെടുക്കുകയായിരുന്നു. ഇതോടുകൂടി സുവിശേഷകന്റെ ഹർജി പിൻവലിക്കുകയായിരുന്നു. 2017 ജൂലൈ 25-ന് യമനിൽ നഴ്സായി ജോലി ചെയ്യുന്നതിനിടയിലാണ് സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയാണ് നിമിഷപ്രിയ കൊല്ലപ്പെട്ടത്. എന്തായാലും നിമിഷപ്രിയയുടെ വധശിക്ഷ ഏത് നിമിഷവും ഉണ്ടാകുമോ എന്നൊക്കെ നമ്മൾ ഭയപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ അത്തരം വാർത്തകൾ വന്നിരുന്നു. 24-നോ 25-നോ ഒക്കെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. മാധ്യമങ്ങളോട് പ്രതികരിക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ നിരവധി വാർത്തകൾ വന്നിരുന്നു. എന്തായാലും നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല. എന്നാലും ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് വരുന്ന ആഴ്ചയിൽ ഒരു പോസിറ്റീവ് വാർത്ത നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്തായാലും വരട്ടെ അല്ലേ? അതെ, അതിനിടയ്ക്ക് പക്ഷെ ഒന്നും മാറിപ്പോയില്ല. ഇപ്പൊ ഇന്നലെയും ഇന്നൊക്കെ വധശിക്ഷ ഉണ്ടാകുമെന്നൊരു ഭയപ്പെടുത്തലുണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ ഒഴിവായി. ഷാർജയുടെ വികസനത്തിന് വേഗം കൂട്ടി ഇത്തിഹാദ് റെയിലിന്റെ പാസഞ്ചർ സ്റ്റേഷൻ എമിറേറ്റ്സിൽ തുറക്കുന്നു. ഷാർജ യൂണിവേഴ്സിറ്റിക്ക് സമീപമാണ് എമിറേറ്റ്സിലെ ആദ്യ സ്റ്റേഷൻ വരുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ UAE-യുടെ വിവിധ എമിറേറ്റ്സുകളിലേക്കുള്ള യാത്ര സുഗമമാകും. വിദൂര ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന ഷാർജയിലെ താമസക്കാർക്ക് എളുപ്പം എത്തിച്ചേരാനും പാസഞ്ചർ സർവീസിലൂടെ സാധിക്കും. ഷാർജ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നവർക്കും ഏറെ ഗുണം ചെയ്യും. ഇത്തിഹാദിന്റെ പാസഞ്ചർ റെയിൽവേ സേവനം ആരംഭിക്കുന്നതോടെ ദുബായ് ഷാർജ റോഡുകളിലെ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്ക് ഇല്ലാതാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷാർജ രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് വിവിധ എമിറേറ്റ്സുകളിൽ നിന്നുള്ള യാത്രക്കാർക്ക് സുഗമമായി എത്താനാകാം എന്നതാണ് മറ്റൊരു നേട്ടം. അടുത്ത വർഷം ഇത്തിഹാദ് റെയിലിന്റെ പതിവ് പാസഞ്ചർ സർവീസുകൾ ആരംഭിക്കാനിരിക്കെ ഏറെ പ്രതീക്ഷയിലാണ് ഷാർജയിലുള്ളവർ. ഇത്തിഹാദ് റെയിലിന്റെ ഷാർജയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ മാസം 30 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. യൂണിവേഴ്സിറ്റി ബ്രിഡ്ജിന് സമീപം മലിഹ റോഡിലും ഷാർജ റിംഗ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന യാത്രാ ലിങ്കാണ് താൽക്കാലികമായി അടച്ചത്. അബുദാബി, ദുബായ്, ഷാർജ, ഫുജൈറ എന്നീ 4 പാസഞ്ചർ സ്റ്റേഷനുകൾ മാത്രമാണ് ഇതുവരെ പ്രഖ്യാപിച്ചത്. ഇവയിൽ ഏതു സ്റ്റേഷനുകളാണ് ആദ്യം തുറക്കുക എന്ന് വ്യക്തമല്ല. ശേഷിച്ച സ്റ്റേഷനുകളുടെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2026-ൽ പാസഞ്ചർ സർവീസുകൾ ആരംഭിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഉദ്ഘാടന തീയതിക്കായി കാത്തിരിക്കുകയാണ് ജനം. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗത്തിലോടുന്ന പാസഞ്ചർ ട്രെയിനിൽ 400 പേർക്ക് യാത്ര ചെയ്യാം.
പടിഞ്ഞാറ് അൽസില മുതൽ വടക്ക് ഫുജൈറ വരെ UAE-യിലുടനീളം 11 നഗരങ്ങളെയും മറ്റും ഉൾപ്രദേശങ്ങളെയും ബന്ധിപ്പിച്ചാണ് ട്രാക്ക് ഒരുക്കിയിരിക്കുന്നത്. അബുദാബിയിൽ നിന്ന് ദുബായിലേക്കും തിരിച്ചും 57 മിനിറ്റിൽ എത്താം. അബുദാബിയിൽ നിന്ന് ഫുജൈറയിലേക്ക് 105 മിനിറ്റാണ് വേണ്ടത്. UAE-യിലെ നഗരങ്ങളുടെയും മലനിരകളുടെയും മരുഭൂമികളുടെയും സൗന്ദര്യം ആസ്വദിച്ച് യാത്ര ചെയ്യാം. നിലവിലെ പൊതുഗതാഗത സംവിധാനങ്ങളിൽ കൂടി ഉപയോഗിക്കാവുന്ന വിധം ഏകീകൃതമായ ടിക്കറ്റായിരിക്കും ഉണ്ടായിരിക്കുക. കർബലയിലെ അർബയീൻ തീർത്ഥാടനത്തിൽ പങ്കെടുത്ത ശേഷം കുവൈറ്റിലേക്ക് മടങ്ങുന്നതിനിടയിൽ വ്യാഴാഴ്ച ഇറാഖിൽ ഉണ്ടായ ദാരുണമായ ബസ് അപകടത്തിൽ 3 ഇന്ത്യക്കാരും 1 പാകിസ്ഥാൻ പൗരനും മരിച്ചു. ഓഗസ്റ്റ് 21 രാവിലെ 6ഓടെ തീർത്ഥാടകരുമായി സഞ്ചരിച്ച ബസ്സിൽ ട്രക്ക് വന്ന് ഇടിക്കുകയായിരുന്നു. അങ്ങനെയാണ് അപകടമുണ്ടായത്. കുവൈറ്റ് സർവകലാശാലയിൽ ജോലി ചെയ്തിരുന്ന ഹൈദരാബാദിൽ നിന്നുള്ള സയ്യിദ് അക്ബർ അലി അബേദി, കുവൈറ്റിലെ അദാൻ ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഗുലാം അലിയുടെ മകൻ, ബാംഗ്ലൂരിൽ നിന്നുള്ള മൂസ അലി യവാര, അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ നിന്നുള്ള പർവേസ് അഹമ്മദ്, പാകിസ്ഥാൻ പൗരൻ സയ്യിദ് ഇഷാഖ് ഷിറാസി എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. ഇറാഖിലെ നജാഫിലാണ് ഇവരുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. 4 പ്രവാസികളാണ് ഒരു ഒറ്റ അപകടത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. സൗദിയിലെ അൽഖോബാർ ഷിമാലിയയിലെ താമസ സ്ഥലത്ത് ഇന്ത്യൻ സ്വദേശിനിയായ യുവതി 3 മക്കളെ കൊലപ്പെടുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. തെലങ്കാന ഹൈദരാബാദ് ടൗളി ചൌക്കി സ്വദേശിനി സൈദ ഹുമൈറ അമ്രീനാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മകൻ മുഹമ്മദ് യൂസുഫ് അഹമ്മദിനെയും 3 വയസ്സുള്ള കുട്ടിയാണ്. ഇരട്ട കുട്ടികളായ മുഹമ്മദ് സാദിഖ് അഹമ്മദ് 6 വയസ്സ്, മുഹമ്മദ് ആദിൽ അഹമ്മദ് 6 വയസ്സ് എന്നിവരെയും കൊലപ്പെടുത്തിയ ശേഷമാണ് മാതാവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മുഹമ്മദ് ഷാനവാസിന്റെ ഭാര്യയാണ് സൈദ. ബാത്ത് ടബിൽ വെള്ളം നിറച്ച് കുട്ടികളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് സാമൂഹിക പ്രവർത്തകർ പറയുന്നു. ശേഷം ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ യുവതി കാൽ വഴുതി വീണ് ബോധം നഷ്ടപ്പെട്ടു. പിന്നീട് ഭർത്താവ് എത്തി വിളിച്ചപ്പോഴാണ് വിവരം അറിയുന്നത്. 6 മാസം മുമ്പാണ് കുടുംബം സന്ദർശന വിസയിൽ സൗദിയിൽ എത്തിയത്. കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിലേക്കും ആത്മഹത്യാ ശ്രമത്തിലേക്കും നയിച്ചതെന്നാണ് കരുതുന്നത്. എന്നാൽ ഭാര്യയ്ക്ക് മാനസിക പ്രശ്നമുള്ളതായി ഭർത്താവ് പറയുന്നു. സൗദി റെഡ് ക്രസന്റ് എത്തി മൃതദേഹങ്ങൾ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കുട്ടികളുടെ മൃതദേഹങ്ങൾ ദമാമിൽ മറവ് ചെയ്യുമെന്ന് ഡ്രൈവർ അറിയിച്ചു. മാതാപിതാക്കൾ എങ്ങനെയാണ് കൊന്നുകളെ നമ്മൾ ചോദിക്കുക. അപ്പോഴാണ് 3 പേര്, 3 വയസ്സായ കുട്ടി, 6 വയസ്സായ കുട്ടികളൊക്കെ കുതിരാനും ഒക്കെ തുടങ്ങിയതല്ലേ. അത് ശ്വാസം മുട്ടിച്ച് ബാത്ത് ടബിലായി. എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണ് അമ്മമാർക്ക് ഇതിനൊക്കെ ഉള്ള മനസ്സുറപ്പ് വരുന്നത്. മരിക്കാൻ പോവുകയാണെങ്കിൽ തന്നെ പിന്നെ അവർക്കങ്ങ് മരിച്ചാൽ പോരെ. കുഞ്ഞുങ്ങളെ അവരുടെ ജീവൻ എടുക്കാനുള്ള അധികാരം എന്താ? തീർച്ചയായിട്ടും ഒന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ മനസ്താപം ഉണ്ടാകുമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഒന്ന് കഴിയുമ്പോൾ വീണ്ടും വാശിയിടുന്ന പോലെ 3 കുട്ടികളെ, സ്വന്തം ചോരയിലെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊന്നൊടുക്കുന്നു. അവരുടെ ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട്. വളരെ നിഷ്കളങ്കരായ ആ 3 മക്കളുടെ ചിത്രം, അല്ലെങ്കിൽ അവരെ കണ്ടിട്ട് എങ്ങനെയാണ് കൊല്ലാൻ സാധിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അത്തരം ചിന്തകൾ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഡോക്ടർമാരെ സമീപിക്കാവുന്നതാണ്. ദിശ ഹെൽപ്പ് ലൈൻ വിളിക്കാം. ടോൾ ഫ്രീ നമ്പർ 1056 0471 2552056. ഇത് കേരളത്തിലെ ടോൾ ഫ്രീ നമ്പറാണ്. ദിശ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. എന്തായാലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അറിയില്ല എങ്ങനെയാണ് ആളുകളുടെ മനസ്സ് ഇത്രയും മരവിച്ചു പോകുന്നത് എന്നുള്ളത്. എന്തെല്ലാം കുടുംബ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഇങ്ങനെ സ്വന്തം കുഞ്ഞുങ്ങളെ, അത് 3 പേരെയൊക്കെ ഒരുമിച്ച് കൊലപ്പെടുത്തി ഒക്കെ ചെയ്യാതിരിക്കാൻ ശ്രമിച്ചൂടായിരുന്നു ആശ്രയിക്കുന്നത്. എന്നിട്ട് അവർ മരിച്ചതുമില്ല. അപ്പൊ ഇനിയുള്ള അവരുടെ ജീവിതം എന്തുമാത്രം ദുർഘടമായിരിക്കും. അതെ, ആ കുട്ടികളുടെ വേർപാട്, ആ അച്ഛൻ്റെ ഒരു അവസ്ഥ, ഒരു പക്ഷെ 2 പേർക്കും ഇടയിൽ ഒരു പ്രശ്നമായിരിക്കാം. പറഞ്ഞു തീർക്കുന്നതോ അല്ലെങ്കിൽ വേർപിരിഞ്ഞ് ജീവിക്കുന്നതിനോ പകരം കുഞ്ഞുങ്ങളെ കൊന്നിട്ട് എന്ത് നേടാനുള്ളതെന്ന ചോദ്യമാണ് ആവർത്തിക്കുന്നത്. എന്തായാലും ഈ ഡൈവോഴ്സ് ആകുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നം കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഡൈവോഴ്സ് ആകുമ്പോൾ ആ കുഞ്ഞുങ്ങളെ അത് തീർച്ചയായിട്ടും ബാധിക്കാറുണ്ട്. അച്ഛൻ്റെ കൂടെയാണെങ്കിലും അമ്മയുടെ കൂടെയാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഒരാളെ കിട്ടുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ പക്ഷെ എങ്കിൽ പോലും അവരെ കൊന്നുകളയുന്നതിനേക്കാൾ ഭേദമാണ്. അതെ, എനിക്കറിയുന്നുള്ള ഒരു കുടുംബത്തിലെ വീട്ടിൽ ഭാര്യയും ഭർത്താവും ഡിവോഴ്സ്ഡ് ആണ്. പക്ഷെ അവർ ഒരേ വീട്ടിലാണ് താമസിക്കുന്നത്. 2 മുറിയിലായിട്ടാണ് താമസിക്കുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുകയില്ല. പക്ഷെ മക്കളും ഇവരെല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത്, കുട്ടികൾക്ക് വേണ്ടി. അതെ, പക്ഷെ അവർ പരസ്പരം മിണ്ടത്തേയില്ല. പക്ഷെ അപ്പോഴും ആ കുട്ടികൾ അനുഭവിക്കുന്ന വേദന, ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാനോ ചായ കുടിക്കാനോ ഒന്നിനും പറ്റില്ല. അതായത് അച്ഛൻ പോകുന്നിടത്തൊക്കെ കുട്ടികളെ കൊണ്ടുപോകും. അച്ഛൻ എല്ലാ കാര്യങ്ങളും, കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും. അമ്മ പോകുന്നിടത്തും കുട്ടികൾ കൊണ്ടുപോകും. അങ്ങനെ ഒരു പ്രത്യേക തരം ജീവിതത്തിലാണ് ആ കുട്ടികൾ വളരുന്നത് എന്നുള്ളതാണ്. പൊതുജനം പല കുടുംബത്തിൽ പലതരത്തിലുള്ള ഒന്നും പറയാൻ പറ്റില്ല. കാരണം അവരവർക്ക് അവരവരുടെ ജീവിതം ഉണ്ടല്ലോ. അപ്പൊ അച്ഛനും അമ്മയും ഡൈവോഴ്സ് ആയി കഴിഞ്ഞാൽ അവര് പിന്നെ മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കാതെ ഒരേ വീട്ടിൽ തന്നെ കഴിയണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമല്ല.
അതുപോലെ തന്നെ അവർ രണ്ടുപേരും ഇപ്പൊ പിരിഞ്ഞു താമസിക്കുന്നവരെല്ലാവരും ഇത് കൊള്ളണമെന്നില്ല. ഇങ്ങനെ ഒരു പക്ഷേ പിരിഞ്ഞതിന് ശേഷം വളരെ നല്ല ജീവിതം നല്ല ജീവിതം, അതെ അതെ, എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് അപകടപ്പെടുത്താൻ ചെയ്യുന്നവരും ധാരാളം ഉണ്ട്. അതെ, ഒരു വീട്ടിൽ കഴിയുന്നതും ശരിക്കും അറിയില്ല, പ്രവചനാതീതമാണല്ലോ ജീവിതം എന്ന് പറയുന്നത്. മനുഷ്യന്റെ മനസ്സ് തന്നെ ആർക്കും അറിയാൻ പറ്റില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും അടുത്ത വാർത്തയിലേക്ക് പോവാം. അതെ, ദുബായിൽ ജനസംഖ്യ 40 ലക്ഷത്തോളം അടുക്കുന്നു. 15 വർഷത്തിനിടെ ജനസംഖ്യ ഇരട്ടിയിലേറെയായി. 2040 പ്രതീക്ഷിക്കുന്നത് 60 ലക്ഷം പേരാണ്. 50 വർഷം മുൻപ് 1.75 ലക്ഷം ഉണ്ടായിരുന്ന ജനസംഖ്യ 2011 20 ലക്ഷവും ഇപ്പോൾ 39,99,247 ഉയർന്നിരിക്കുകയാണ്. ഈ വർഷം മാത്രം 3.5% വർധന. ദുബായിൽ ദിവസേന ശരാശരി 567 പുതിയ താമസക്കാരാണ് എന്ന റെക്കോർഡ് എത്തിച്ചിരിക്കുകയാണ്. അതിൽ 547 പേരുണ്ടെങ്കിൽ അതിൽ 500 ആൾക്കാരും മലയാളികളായിരിക്കും. ഒരു പക്ഷേ 567 പേരാണ് ദിവസേന വരുന്നത്. കഴിഞ്ഞ വർഷം 37.9 ലക്ഷമായിരുന്ന ജനസംഖ്യ 12 മാസത്തിനകം 40 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഒരു എമിറേറ്റിലെ ഏറ്റവും ഉയർന്ന ജനസംഖ്യാ വളർച്ചാ നിരക്കാണ് ഇത്. വിദേശികൾ മാത്രമല്ല, സ്വദേശി ജനസംഖ്യയിലും കഴിഞ്ഞ വർഷം 2.4% വർധനയുണ്ടായി. ആഗോള സാമ്പത്തിക മാന്ദ്യം, കോവിഡ് തുടങ്ങിയവയ്ക്കിടയിലും ദുബായിയുടെ തുറന്ന നയമാണ് ജനങ്ങളെ ആകർഷിച്ചത്. 2022 30,000-ലേറെ ബ്രിട്ടീഷുകാർ ദുബായിലേക്ക് താമസം മാറ്റിയിരുന്നു. ജോലി ചെയ്യാനും ജീവിക്കാനും ബിസിനസ് ചെയ്യാനും ഏറ്റവും സുരക്ഷിത ഇടമെന്ന ഖ്യാതിയാണ് ദുബായിലേക്കുള്ള ഈ ഒഴുക്കിന് പ്രചോദനം. ഈ വർഷം ആദ്യം 4 മാസത്തിനിടെ ദുബായിലെത്തിയ വിനോദസഞ്ചാരികളുടെ എണ്ണം 7% വർദ്ധിച്ച് 71.5 ലക്ഷമായി എത്തിയിരിക്കുകയാണ്. ഹോട്ടൽ ഒക്യുപ്പൻസി നിരക്ക് 83.3% ഉയർന്നു. 2040 ജനസംഖ്യ 60 ലക്ഷമായി ഉയരുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇതിന് അനുപാതികമായി 20 മിനിറ്റ് സിറ്റി ഉൾപ്പെടെ വൻ വികസനമാണ് ദുബായ് നടത്തുന്നത്. അതായത് 20 മിനിറ്റ് സിറ്റി, അതായത് 20 മിനിറ്റിനുള്ളിൽ സിറ്റിയിലെത്താം എന്നൊരു പദ്ധതിയാണ്. അങ്ങനെ വമ്പൻ പദ്ധതികൾ. തീർച്ചയായും ദുബായ് ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അസൂയ തോന്നുന്ന വിധത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുതിപ്പിലൊക്കെ തന്നെ പ്രവാസികളുടെ വലിയൊരു പങ്കുണ്ടെന്ന് അറിയുന്നത് വളരെ സന്തോഷം. നമുക്കൊക്കെ ദുബായിൽ പോയി സെറ്റിലാകാനൊക്കെ സാധിക്കട്ടെ. അപ്പോൾ പ്രവാസികൾ പറയും, ഞങ്ങളിവിടെ സെറ്റിലായി, ഞങ്ങൾ എങ്ങനെയെങ്കിലും നാട്ടിൽ വരാൻ നോക്കുമ്പോഴാണ് നിങ്ങൾ അവിടെ നിന്ന് കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. എന്തായാലും നമുക്ക് അടുത്ത ദിവസം കാണാം. അതിലേക്ക് നമസ്കാരം.